ഒന്നും പോകില്ല. ഇത് പെയിന്റ് ചെയ്യാത്തത് ഇതിന്റെ മേലെയാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. ബോട്ടം പ്ലേറ്റ് എന്ന് പറയും. കുറച്ച് വെയിറ്റ് ഉള്ള പൊക്കുന്ന വില ചോദിക്കുന്നുള്ളൂ. ക്വാളിറ്റി സാധനം ഏതാ ഒന്നും ചോദിക്കും. കാരണം 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഷട്ടർ വെക്കാൻ പറ്റില്ല. പിന്നെ 3-4 വിളിച്ചോണ്ടാണ് പൊക്കിയോളോ. പ്രേക്ഷകർ കുറെ ടെക്നിക്കൽ ആൾക്കാരുണ്ട്. ഇത് ഉപയോഗിച്ച് പല പരിപാടിക്ക് ഇത് വിളിച്ചോണ്ടാവുക. നമ്മളെ കാർ പോർച്ച്, അതേപോലെ ഇപ്പൊ വീടിനൊക്കെ ഡൈനിങ് ഹാളിന്റെ പുറത്തേക്ക് ഏത് വിലന്തോ ഉണ്ടാക്കാൻ നടക്കാം. ഉണ്ടാക്കാം. പക്ഷെ നമ്മള് എന്തുണ്ടാക്കിയാലും നമ്മള് ക്വാളിറ്റി വിട്ടുകാണ്ടുള്ള ഒരു കളിയില്ല. ടാറ്റ നേര് മൂടി നമ്മൾ ബോംബെയിലൊക്കെ ദുബായിലും എവിടെ ചെല്ലുമ്പോൾ എല്ലാ ഘട്ടന്റെ മൂടി ടാറ്റ. നമുക്കൊരു ടാറ്റനോട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ ജെമിനിയുടെ ഈ സ്റ്റീല് ഷട്ടർ ഉണ്ടാക്കുന്നത് എന്റെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങള് ഷട്ടർ അല്ല ആക്ച്വലി ഉണ്ടാക്കുന്നത്, ഷട്ടറിന്റെ പാർട്സ് ഉണ്ടാക്കുന്നു. ഷട്ടറിന്റെ പാർട്സ് ആണ്. ഷട്ടർ ഉണ്ടാക്കുന്നവർക്ക് ഈ പാർട്സ് കൊടുക്കും കംപ്ലീറ്റ് A to Z. ഈ പുതിയ മോഡൽ ഷട്ടറുകൾ ആ പരന്ന് ഇങ്ങനെ കാണുന്ന റൗണ്ട്, പിന്നെ ഹാഫ് റൗണ്ട്, ജംബോ എല്ലാ ഐറ്റവും ഉണ്ട്. ഇത് എന്റെ സുഹൃത്ത് എപ്പോഴും ഞങ്ങള് ഒരുപാട് വർഷക്കാലം മുമ്പേ 10-20 വർഷക്കാലം ഇതൊന്നല്ലോ, ഇതൊന്നുമല്ല, ഒരു 10-30 ബ്രിഡ്കോ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് ഇസ്മായിൽ ഞങ്ങൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത്, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ ബ്രിഡ്കോ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അറിയണത് ഇവിടെ ഇങ്ങനെ ജെമിനി എന്ന പേരിൽ ഒരു മെറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രി എന്നൊക്കെ കേട്ടു. ഞാൻ ആദ്യമായിട്ട് വരിക, എപ്പോഴും വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് എന്റെ പ്രേക്ഷകർക്കും കാണുന്നില്ല. നിങ്ങളെ തിരക്കിന്റെ ഇടയിൽ വരാൻ പറ്റണ്ടേ? ഏതായാലും വന്നില്ലേ, അതെ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് പിന്നെ ഇതാണ് ഞങ്ങളെ കമ്പനി. ഇതില് ഞങ്ങൾ അല്ല, ഇത് ഫാക്ടറിയാണ്. ബാക്കിൽ ഫാക്ടറി, ബാക്കിൽ ഇതെല്ലാം കൂടെ അടിച്ചു വെച്ച സ്ഥലമാണ്. ടാറ്റയുടെ പൈപ്പാണ്. ടാറ്റന്നാണ് സാധനം വരുന്നത്. ടാറ്റയുടെ പൈപ്പാണ് ഇത്. ടാറ്റയുടെ റോ മെറ്റീരിയൽ ഉണ്ടാക്കി അതിന്റെ അടിയിൽ വെക്കുന്ന ബോട്ടം പ്ലേറ്റ് ആണ്. ഇതിന്റെ ചാനലാണ്. പിന്നെ ഒരു ബെൽറ്റ് രൂപത്തിൽ കിടക്കണ ഈ സാധനം കൊണ്ടാണ് നമ്മൾ ഈ റോളിംഗ് ഷട്ടറിന്റെ പാർട്സ് ഉണ്ടാക്കുന്നത്. അതിന്റെ ലേത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് എവിടെ വരുന്നത്? ഇത് JSWന്റെ കമ്പനിന്ന് വന്നാ. ഇമ്പോർട്ടഡ് അല്ല ഇന്ത്യൻ അതുണ്ട്. അത് ടാറ്റയുടെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ബെൽറ്റ് ആണ് വരുന്നത്. ഇതുകൊണ്ട് ഇനി മടക്കി ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് ശനിയാണ് ബോർഡ് വരിക. അപ്പോ നമ്മൾ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പട്ടയൊക്കെ കൊടുത്ത് ഒന്നുകൂടി മനോഹരാക്കി ഉണ്ടാക്കി, ഒരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇത്. ഇതിങ്ങനെ ഓരോന്ന് കോർക്കുക ചെയ്യാം. ഏതാണ്ട് ഒരു 50 കിലോ ഉണ്ടാവും ഓരോന്ന്. 50 കിലോ ഒരു ബണ്ട്. ഒരു ഷട്ടറിന് 2 ബണ്ടല്. ഇതിപ്പോ എത്ര പീസ് വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കും? അതായത് നിങ്ങൾ തരുന്ന അളവിനനുസരിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഈ ലെങ്ത് എത്രയാണ്? അപ്പൊ നിങ്ങളെ 10 റൂം ഉണ്ടെങ്കിൽ 10 അളവാണ്. ആ 10 അളവനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതേ രൂപത്തിൽ പെയിന്റ് ചെയ്തതാണോ? ഇത് പൗഡർ കോട്ട് ചെയ്ത് വന്നതാണ്. ഇത് കോട്ട് ചെയ്ത പ്ലേറ്റുകൾ ഇങ്ങനെ വളച്ചേരാ. ഇനി ഇതൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ ഷട്ടർ ഉണ്ടാക്കിയ ആൾക്കാർ അതാണ് വെറുതെ ഇട്ടാൽ മതി. ഒന്നും ഏത് പിന്നെ പെയിന്റ് ഒന്നും പോകുന്നില്ല. ഇല്ല. ഇങ്ങനെയൊക്കെ മെഷീനിലൂടെ കയറി ഇറങ്ങി വന്നിട്ടും പെയിന്റ് പോയിട്ടില്ലെങ്കിൽ അത് പോകില്ലെന്ന് ഉറപ്പല്ലേ. അതിന്റെ തല മടക്കി സ്റ്റോപ്പായി. എത്ര കിലോ ഉണ്ട് ഈ ഒരു സാധനം? ഒരു 400 കിലോ. ഈ ഒറ്റ ബെൽറ്റ് കാലിലേക്ക് മറിക്കരുത്. അപ്പൊ മറിഞ്ഞാൽ പണിയാവില്ല. അങ്ങനെയൊന്നും പോവില്ല. ഡേഞ്ചറാണ്. ഫുള്ള് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ക്രെയിനാണ്, കൈകൊണ്ടില്ല. ഒരു സാധനം വന്ന് കൈകൊണ്ട് ചെയ്യലില്ല. അതാണ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ മെഷീൻ ആയതുകൊണ്ട് വലിയൊരു പേടിയൊന്നുമില്ല. ഇതിങ്ങനെ തൂക്കിയെടുത്തിട്ട് ഇതിന്റെ പുറത്ത് ഇത് ഫീഡ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മളെ റൗണ്ട് മോഡൽ ഷട്ടറാണ്.
ഇതിപ്പോ പൗഡർ കോട്ട് ചെയ്താ? പൗഡർ കോട്ട് ചെയ്ത. ഇതിങ്ങനെ ആ ഒരു പരന്ന ഒരു ബെൽറ്റ് വെച്ച് ഇങ്ങനെ മടക്കിയെടുത്ത് ഇത് പെയിന്റ് ചെയ്യാത്തത്. ഇതിന്റെ മേലെയാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അതാരെ പെയിന്റ് ചെയ്യാ? അത് കമ്പനിന്ന് നമ്മൾ ഇത് പെയിന്റ് ചെയ്തതല്ലേ? ചെയ്തതാണ്. അത് ചെയ്യാത്തത് എങ്ങനെ വേണേലും കൊടുക്കും. എങ്ങനെ ആ പാർട്ടിക്ക് ഇങ്ങനെ വേണോ അങ്ങനെ കൊടുക്കും. ഇങ്ങനെ പെയിന്റ് സൗകര്യം പൗഡർ കോട്ടഡ്. ഇത് വേറെ കളർ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. എല്ലാ കളറും ഉണ്ട്. ഒരു 9 ഐറ്റം കളർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് വെള്ള, നീല. ഏറ്റവും കൂടുതൽ മൂവിങ് വൈറ്റ് ആണ്. ഈ വൈറ്റ് ഒരു ഐവറി കളർ അല്ലേ? ഐവറി കളർ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ പോകും. ആ വളഞ്ഞത്. ഇത് എന്താ എല്ലാരും ഇപ്പോഴും ആ വളഞ്ഞത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാ? അല്ല, ഇതൊരു പുതിയത് വന്നപ്പോൾ അത് വന്നാമത്തെ ഈ പരസ്യം ചെയ്താനൊക്കെ നല്ല സുഖമാണ്. അങ്ങനെ ഇതാണ് കാണാൻ ഷട്ടർ കാണാനും ഭംഗി തന്നെ കാണാനുണ്ട്. ഇത് രണ്ട് കളറാ? ഇതില് ഉള്ളിലൊരു കളർ അല്ല, ഇത് 3 ലെയർ കോട്ടിംഗ് ഉണ്ട് പുറത്ത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ 2 ലെയറേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടി മാറാതിരിക്കാൻ വേണ്ടി ഒരു ഓപ്പോസിറ്റ് കളർ അടിക്കുന്നത്. ഇത് ഒരു 40 ടൺ 50 ടൺ അടിച്ചു കഴിഞ്ഞാൽ ഈ ഡൈ കംപ്ലീറ്റ് മാൾട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഈ സാധനം അടിക്കും. പിന്നെ ഇത് നമ്മൾ ഷട്ടറിന്റെ അടിയിൽ വരുന്ന സാധനമാണ് ബോട്ടം പ്ലേറ്റ് എന്ന് പറയും. കുറച്ച് വെയിറ്റ് ഉള്ള പൊക്കുന്ന ഹാൻഡിലൊക്കെ അത് ഈ പാർട്ടാണ്. എന്ത് ഇത്ര നീളം എന്തിനത്? അത് നമ്മൾ 16 അടി മുതൽ 20 അടി വരെ അടിച്ചു വെക്കും, ആൾക്കാരെ ചോയ്സ് അനുസരിച്ച്. എന്നിട്ട് അപ്പോ ഒരു 10 അടിയുടെ 2 എത്രാണ് വരുന്നുണ്ടെങ്കിൽ അത് മുറിച്ചാല് കറക്റ്റായി. ആര് മുറിച്ചോ? അത് പിന്നെ ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് മുറിച്ച് കൊടുക്കും. കസ്റ്റമർ കറക്റ്റ് അളവ് എടുത്തിട്ടാണ് മേക്ക് ചെയ്യണോ കട്ട് ചെയ്യും. ഇതെന്താ? ഇത് സ്ട്രക്ചർ ഫിനിഷ് ആണ്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ടൈപ്പ്. അപ്പോ ഈ ഷട്ടറൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കളർ പച്ച വരും. പെയിന്റ് ചെയ്യേണ്ട ഓറഞ്ച് ഉണ്ട്. ഇത് ഓറഞ്ച് കളർ ആവും. ഇതൊന്നും ഇളകില്ല, ഈ കോട്ടിങ് ഇളകില്ല, ഒന്നും പോകില്ല. ഇത് ഇളകാൻ തന്നെ നമ്മളെ പ്രോസസിങ്ങിന്റെ സമയത്ത് പോകണം. ഈ മെഷീനിലൂടെ ഒക്കെ എങ്ങനെ കയറി ഇത് പിന്നെ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഓളുള്ള ടൈപ്പ്. നമ്മളെ കാർ പോർച്ച്, അതേപോലെ ഇപ്പൊ വീടിനൊക്കെ ഡൈനിങ് ഹാളിന്റെ പുറത്തേക്ക് കാണാനൊക്കെ വേണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് കമ്മിയാവുമ്പോ വിലയും കുറയില്ലേ? തൂക്കത്തിനാണ് ഇവിടെ, കിലോക്കാണ്. അതെ, അപ്പൊ വെയിറ്റ് കമ്മിയാകുമ്പോ പൈസ കുറയും. അത് ഇനി ഗേജിന്റെ അടിസ്ഥാനം അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഏറ്റവും കനം കുറഞ്ഞ മലയും കനം കുറഞ്ഞ അടിച്ചുകൊണ്ട് തൂക്കി തരും നിങ്ങൾക്ക്. അപ്പൊ ഗേജ് ഏത് വിലന്റെ ഉണ്ടാക്കാൻ നടക്കാം, ഏത് ഉണ്ടാക്കാം. പക്ഷെ നമ്മള് എന്തുണ്ടാക്കിയാലും നമ്മള് ക്വാളിറ്റി വിട്ടുകാണ്ടുള്ള ഒരു കളിയില്ല. എത്ര കൊല്ലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് 30 ഞാൻ തന്നെ ആയിട്ട് 20 കൊല്ലായി ഈ ഒരു കമ്പനിയിൽ. 15 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നത് ഈ മേഖലയിലേക്ക്. അപ്പൊ ടോട്ടൽ 35. അടിപൊളി. അപ്പൊ ഒരു 20 കൊല്ലം ഇതുവരെ. അതായത് നമ്മള് എന്ത് വന്നാലും പ്രൈസ് കൊണ്ടല്ല, ക്വാളിറ്റി കുറയ്ക്കുന്ന പരിപാടിയല്ല. മെയിൻ്റെനൻസ് അത് ഒരു ആൾക്ക് നമ്മൾ സാധനം കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആയി പറഞ്ഞാണ് വരേണ്ട ആവശ്യം. സ്പ്രിങ് ഇതൊരു പ്രത്യേക ചൂട് കൊടുത്ത് ഇങ്ങനെ ചുരുട്ടി എടുക്കണാണ് അല്ലേ? ഇത് പിന്നെ ഇതാണ് ഇപ്പൊ കംപ്ലൈന്റ് വരാറുണ്ടല്ലോ. കാരണം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാലോ പൊക്കാൻ കിട്ടില്ല. അറിയോ, ഇത് നമ്മൾ ടാറ്റയുടെ വയറുകൊണ്ടാണ് ഈ സാധനം ചുറ്റുന്നത്. ഇത് ഈ പ്രൈസ് കുറക്കാൻ വേണ്ടി വല്ല ആണി കമ്പനിയൊക്കെ ചുറ്റി ഉണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ആളുകളൊക്കെ വില ചോദിക്കുന്നുള്ളൂ, ക്വാളിറ്റി സാധനം ഏതാ ഒന്നും ചോദിക്കും. കാരണം 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഷട്ടർ വെക്കാൻ പറ്റില്ല. പിന്നെ 3-4 വിളിച്ചോണ്ട് പൊക്കിയോളോന്ന്. പക്ഷെ ഞെട്ടലൊക്കെ പിന്നെ ആളുകൾ പൈസ കുറക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഈ ഡയ ഉണ്ടല്ലോ, ഈ ഉള്ളിൽ ഡയമീറ്റർ ഒക്കെ കുറച്ചിട്ടാ ചെയ്യാം. ഈ ഡയമീറ്റർ കുറയ്ക്കരുത് ശരിക്കും. ഈ ഡയമീറ്ററിൽ കുറക്കുമ്പോ ഇത് ഈ പൈപ്പും കൊണ്ട് ഒട്ടും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഒന്നും ആവൂല. ടാറ്റക്കാരന്റെ അല്ലെ ടാറ്റ, ഇന്ത്യന്റെ ടാറ്റ ലോകത്ത് ഭയങ്കര ഫേമസ് ആണ്. ലോകത്ത് എവിടെ പോയാലും ഗട്ടറിന്റെ മൂടിയൊക്കെ കാണാൻ ടാറ്റാന്ന് വ്യക്തമായിട്ട് ഇതൊരു അഭിമാനം തോന്നും. ഇന്ത്യൻ റെയിൽവേ സൗദി അറേബ്യയില് റിയാദ് ദമാമ കിടക്കണതാ. നിങ്ങൾ പറഞ്ഞ ഈ ടാറ്റ നേരിയ മൂടി നമ്മൾ ബോംബെയിൽ, ദുബായിലും എവിടെ ചെല്ലുമ്പോൾ എല്ലാ ഗട്ടറിന്റെ മൂടി ടാറ്റ. നമുക്കൊരു സത്യം ടാറ്റനോടുള്ള ഒരു വിശ്വാസം കറക്റ്റ്. സൈഡിലുള്ള ഉള്ളിൽ തിരിയുന്ന സാധനം ഇത് ഓർഡിനറി ആണ്. ഇനി ഇതന്നെ ബെയറിംഗ് ഉള്ള ടൈപ്പ് കൊണ്ട് ഒന്നുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടിട്ട് അത് കുറച്ച് ഫ്രീ ആയിരിക്കും. മോട്ടോർ വെക്കുന്നത് അല്ല, മോട്ടർ വേറെ സിസ്റ്റം. പക്ഷെ ഇത് ഒന്നും കൂടെ നോർമലായി, അത് ഒന്നുകൂടി സ്മൂത്ത് ആണ് ഈ സാധനം. ഈ ഷട്ടറൊക്കെ പൊക്കാനും താഴ്ത്താൻ റിമോട്ട് കൊടുത്താൽ വളരെ ഉഷാറാവില്ല. ഇത് പൊക്ക ഒരാൾ വേണ്ടല്ലോ, അതുണ്ടോ? അതായത് നമ്മളിവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഒന്ന് ഇവിടുത്തെ കറണ്ടിന്റെ പ്രശ്നം. ഒരു മോട്ടറൈസ്ഡ് ഷട്ടർ വെക്കുന്നുണ്ടെങ്കിൽ ആ മോട്ടർ പൊന്താനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒന്നുകിൽ ജനറേറ്റർ വേണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ബാറ്ററി സെറ്റപ്പ് കാണണം. അപ്പൊ കറണ്ട് എപ്പോഴും ചിലപ്പോ ഇത്ര ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് ചെയ്യാം. അതും കൂടി ഉള്ള ഒരാൾക്ക്, അതായത് ഒന്നൊക്കെ ജനറേറ്റർ അല്ലെങ്കിൽ അതിന് പറ്റിയ കപ്പാസിറ്റി ബാറ്ററി വേണം, അല്ലെങ്കിൽ നല്ലൊരു 3 ഫേസ് കണക്ഷനും അത്യാവശ്യം പവറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാല്ലേ. പിന്നെ വാടക കൊടുക്കുന്ന ബിൽഡിംഗ് ആൾക്കാർ പൊതുവെ ഈ സ്വന്തം പരിപാടി, അതുപോലെ ജ്വല്ലറി, ടെക്സ്റ്റൈല്,
ഇതൊക്കെ എന്താ ഇവിടെ സ്റ്റോക്ക്? അത് ഇതൊക്കെ ചാനല്, ഇത് ചാനല് ബോട്ടം സാധനങ്ങളൊക്കെ. ഇത് ഒരുപാട് ആളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംശയം എന്താണെന്ന് അറിയോ, ഇതെന്തോ ഒരു കമ്പിന്റെ ഉള്ളിൽ കൂടിയാണ് കോർക്കുന്നുള്ള ഉള്ളൂ. ഇതിങ്ങനെ സൈഡിൽ കൂടി കോർക്കുക, അങ്ങനെ ഓരോ ഷീറ്റ് അങ്ങനെ ഓരോന്ന് കോർത്താ. ഈ സാധനം കൊണ്ട് വീടിന്റെ ഗേറ്റ് എന്നല്ല, ആളുകൾ പാനലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പാനൽ ചെയ്യുക, അതുപോലെ ബോർഡ്, നെയിം ബോർഡിന് മുറിച്ചിട്ട് കോർത്തുകാണ്ട് ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓൻ എന്തൊക്കെ മൈൻഡിൽ ഐഡിയ വരുന്നത് അതിനൊക്കെ ഒരു മാറ്റി തിരിക്കാൻ പറ്റും. മാനുവലാണ്, ഇതൊരു കാലത്ത് ഒന്നും ആവൂല. ഗിയർ ബോക്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ ഫിറ്റിങ്സ് ആണ്. ഇതിന്റെ ഫിറ്റിങ്സ്, അതതിന്റെ മറ്റേ പിനിയൻ, ഇത് പൊക്കല്ലേ? പൊക്കള്ളേ. അപ്പൊ ഇത് എന്തായാലും സെറ്റ്. കാരണം കുറച്ച് പ്രായമുള്ള ആളുകള് അവരുടെ വലിയ ഷട്ടറൊക്കെ ആണെങ്കിൽ വലിയ ഷട്ടറൊന്നും കൈകൊണ്ട് പൊക്കൽ ഒരു പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഇത് വേണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫുൾ കിറ്റ് ഉണ്ട്, ഏത് ഷട്ടറിലും ഇത് ഫിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഷട്ടർ പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കിറ്റ് റെഡി ഉണ്ട് ഇവിടെ. ഫുള്ളാണ് കൊണ്ട് ഫിറ്റ്. വെറുതെ ഇൻഡസ്ട്രിയിൽ കുറെ ഇത് ഉണ്ടാക്കി എടുക്കണ്ട, ഫുൾ ഓക്കെയാണ് ഇവിടെ, എല്ലാം റെഡി, ഫുൾ കിറ്റ്. ഇതൊക്കെ മൊത്തം ബോക്സ്, ഇതൊരു ഗിയർ ബോക്സ് അല്ലേ? അയ്യോ, ഈ സാധനം ഫിറ്റ് ചെയ്താല് അതിന്റെ മേലെ ഹാൻഡിൽ ഇട്ടാൽ മതി. അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, എന്റെ പ്രേക്ഷകർ കുറെ ടെക്നിക്കൽ ആൾക്കാരുണ്ട്, ഇത് ഉപയോഗിച്ച് പല പരിപാടിക്ക് ഇത് വെച്ചിട്ടുണ്ടാവുക. സൺസൈഡ് പോലത്തെ സാധനം കടന മുന്നേക്ക് അത് തിരിച്ചുകാണ്ട് ഇതാക്കാം. അതുപോലെ പിന്നെ നമ്മളെ കാർ ഷെഡൊക്കെ, മൂവബിൾ കാർ ഷെഡ്, അതിന് പറ്റും. അത് കൊള്ളാം. ഇത് പല പരിപാടിക്കും പറ്റും, പല ടെക്നിക്കും. ഊരി പോരാതിരിക്കുമ്പോൾ ലോക്ക് ഉണ്ട്. അടിപൊളി. ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക അല്ലേ? വളരെ ഈസിയാണ് ഇത് സാധനം. ഇതൊക്കെ ചിലർ ഉണ്ടാക്കാൻ ശ്രമിക്കും, എന്തിനാണ് ഇതൊക്കെ റെഡിയാണ്. അത് സൂപ്പർ ഐഡിയ, താല്പര്യം. ഇത് മാത്രം കൊടുക്കും നിങ്ങള്? അതും കൊടുക്കും. അതാണ്, ഏത് സ്പെയർ വേണമെങ്കിലും ഒരു വാഷറിന് വന്നാലും കൊടുക്കും. ഒരു വാഷർ ഒരാളാണ്, ഒരു വാഷറിന് വന്നാലും. ബാക്കി വിശദ വിവരം ഇസ്മായിലിന്റെ നമ്പർ താഴെ കൊടുക്കാം. ഇസ്മായിൽ നമ്പർ തന്നെ കൊടുക്കൂലേ? തീർച്ചയായും. അപ്പൊ ഏതെങ്കിലും എന്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ, ഇതൊക്കെ ഒരു കച്ചവടമൊക്കെ തുടങ്ങണമെങ്കിൽ വേണ്ടി ചോദിച്ചോളി, ഇവനതൊക്കെ പറഞ്ഞു തരും. വിശദ വിവരങ്ങളൊക്കെ പിന്നീട് കാണാം. എല്ലാ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ.